പറയട്ടെ, കല്യാണത്തിന് മുന്നേ മുട്ടാടിക്കൽ കഴിഞ്ഞ പിന്നോട് എന്താ പറഞ്ഞറിയോ, എനിക്ക് വീട്ടിലിരിക്കാൻ നേരം ഉണ്ടാവൂല, എപ്പോഴും നമ്മൾ പുറത്തേക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാൻ പിന്നെ ചോദിക്കുന്നില്ലേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങോട്ട് എടുക്കാമെന്ന്. എന്ന് വെച്ചാൽ ഇന്ന വീഡിയോ ഒന്നൊന്നുമില്ല, അപ്പോൾ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയേക്കാം. ഇന്നിവിടെ സ്പെഷ്യൽ എന്ന് പറയാൻ നൂൽപുട്ടാണ്. നൂൽപുട്ടും തേങ്ങാപ്പാലുമാണ് ഇവിടെ ഉണ്ട്. ഇമ്മക്ക് നൂൽപുട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് ഈ നിൽക്കുന്നത്. തേങ്ങ ഒക്കെ ഇട്ടുങ്ങാണ്ടൊരു തീറ്റ ഉണ്ടല്ലേ മാ. എന്താ നിങ്ങൾക്ക് മൈൻഡ് ഇല്ലാത്ത? എന്താ നിങ്ങൾക്ക് മൈൻഡ് ഇല്ലാത്ത? ഉമ്മയുടെ ചട്ടിയിൽ എന്തോ പണിയെടുക്കുന്നു. ഉമ്മ ചോറ് കൂട്ടാൻ ഉണ്ടാക്കാനുള്ള പണിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ നൂൽപുട്ട് കാണാം. ഒരു ലോഡ് പാത്രം മാറാനുണ്ട്. അപ്പോൾ ഇതാണ് നൂൽപുട്ട്. നല്ല തേങ്ങ ഒക്കെ ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉമ്മ ഉണ്ടാക്കിയാണ് കേട്ടോ. ഉമ്മാൻ്റെ സ്പെഷ്യലാണ്. തേങ്ങ ഇട്ടാൽ ഉമ്മാൻ്റെ സ്പെഷ്യൽ. നല്ല രസമാണ് കഴിക്കാൻ. ഇത് പിന്നെ എൻ്റെ സാധനം. എനിക്ക് സാധാരണ തേങ്ങാപ്പാൽ ഇഷ്ടമല്ല, പക്ഷേ ഇത് കഴിച്ചപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് എന്ന് അറിയാം. നിൽക്കാതെ നമ്മൾ കഴിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത് തേങ്ങാപ്പാലും നൂൽപുട്ടുമാണ് ഇന്ന്. ഇതൊക്കെ മോറാനുള്ള പാത്രമാണ്. ഇതിനിപ്പോൾ എന്താ പറയുക, ഞാൻ വിചാരിച്ചു നീ കഴിച്ചിട്ട് ഒറ്റടിക്ക് ഇരുന്ന് കണ്ടിട്ട് മോറാന്ന് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കഴിയും. പക്ഷെ കഴിഞ്ഞിട്ട് എന്താ പറയുക, ആൾക്കാരിൽ നിന്നിട്ട് പോരാ വിചാരിച്ച്. ചാടിച്ചാ അമ്മമ്മ? വരി ഞാൻ ആക്കി തരണ. നടക്കി അടക്കി. ഇത് കിടന്നോളിട്ടാ, അവിടെ കിടന്നോളിട്ടാ. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പുറത്തത്തെ ഇങ്ങനെ നടന്നെടുക്കാൻ വിചാരിച്ചു ഞാൻ. അതൊക്കെ ഞങ്ങളെ റോസ് ഗാർഡൻ കാണിച്ചു തരട്ടെ. ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല, റോസിൻ്റെ ഒരു കോൺ. ഇത് ഫുള്ള് റോസ് കൊമ്പുകളാണ്. ഇതിന്മേൽ ഇങ്ങനത്തെ ലൈറ്റ് കളർ റോസും ഒരു ലൈറ്റ് പിങ്ക് റോസും, പിന്നെ അതേപോലെ ഇതൊക്കെ നല്ല നല്ല അടിപൊളി ഡാർക്ക് കളർ കളറുള്ള റോസും, എന്താ പറയുക, പിങ്ക് കളർ റോസും. ഇത് കുഞ്ഞു കുഞ്ഞാണ് കേട്ടോ. ചില ടൈമിൽ ഇത് ഫുള്ളും കായ്ച്ച് നിൽക്കണ കാണാം. കായ്ച്ച് മീൻസ് വിരിഞ്ഞ് നിൽക്കണ കാണാം. ഇത് ഞങ്ങളുടെ ജനാലയാണ്, എന്ന് വെച്ചാൽ നമ്മളെ റൂമത്തെ ജനാലയാണ്. അപ്പോൾ ഇതാ ഇവിടെയാണ് ഇപ്പം സാധാരണക്കാരൻ അങ്ങോട്ടാണ് നിർത്താറുള്ളത്, ആ ഒരു ഉള്ളിക്കായും കണ്ട്. അവിടെ ഇപ്പോൾ ബാബുവിൻ്റെ ബുള്ളറ്റ് നിർത്തിയിട്ടേക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കയറ്റിയില്ല. ഇനി നമ്മളിവിടെ ഷീറ്റിടും, അതുപോലെ തന്നെ ഇവിടെ ഷീറ്റിടും. അങ്ങനെ കുറച്ച് പണികളുണ്ട്. പിന്നെ ഇപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാറിൻ്റെ ആ ഇതിട്ടല്ലോ, അലോവീലിൻ്റെ ആ ഒരു സംഭവം ഉണ്ട്. ഇതിൻ്റെ അതാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ നല്ലോണം പാൽ ഒഴിച്ച് കഴിക്കും. എന്താ പാലുണ്ടാക്കി എനിക്ക് ഇഷ്ടമല്ലേന്ന് കേട്ടോ. പക്ഷെ ഒരു ദിവസം കറി ഇല്ലാതായപ്പോൾ അന്ന് നൂൽപുട്ട് വേണം. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ അങ്ങനെ ഒരു തേങ്ങാപ്പാലുണ്ടാക്കി എൻ്റെ അമ്മ ആദ്യമൊക്കെ തന്നിരുന്നു. അപ്പോൾ അങ്ങനെ കഴിച്ച രസം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി കഴിച്ചു നോക്കിയതാണ്. എൻ്റെ പൊന്നെ, എത്ര നൂൽപുട്ട് അന്ന് തിന്നു എനിക്കൊരു ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ തേങ്ങ പാലുണ്ടാക്കാൻ ഞാൻ. ചായ കുടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുകൊണ്ട് ഇതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. ഗൈസ്, നമ്മളെ പണികളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി കുളിക്കട്ടെ. ഇന്ന് വലിയ കാര്യമായുള്ള പരിപാടികളൊന്നുമില്ല. ചിലപ്പോൾ ഈ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങിയേക്കാരം. ബാബുണ്ട്, ഞാൻ ബാബുവിനൊന്ന് കാണിച്ചു തരട്ടാ. എന്താണ് ഇവിടെ പണി? എന്താ ബാബു 24 മണിക്കൂർ ഒരുക്കാൻ തന്നെ പണി? അപ്പം നോക്കിയാലും മുടിയും ചീകി കുപ്പായിട്ട് നടക്കല്ലേ പണിയുള്ളൂ. കുപ്പായിടാതെ നടക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഒന്ന് ഷർട്ട് ഇട്ടതല്ലേ. ഇത് വരെ ഇവിടെ കിടക്കിയത് ഗൈസ്. എങ്ങോട്ടാ പോണേ? എന്ത് പരിപാടി? പറയാവോ? എന്താ പരിപാടി? വെറുതെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. എന്താണ് ഇന്ന് സ്പെഷ്യൽ? നമ്മൾ വൈകുന്നേരം എവിടേക്കും പോവോ? നാഗസാക്കൊക്കെ ഒരു വണ്ടി പഠിക്കാൻ പോവേ?
ഇതെന്തോ പറയാ വണ്ടി പഠിക്കാൻ പോണെന്ന് പറഞ്ഞു. ഓഹോ അങ്ങനെ. അപ്പൊ ഗൈസ് നമ്മള് എന്താണ് ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ പേര് പറയണ്ടേ എല്ലാരും എന്താ പറയാ എല്ലതും പൂർവികന്മാരെന്നെ ഉണ്ടാക്കണമെന്നൊക്കെ പറയണ്ടായിരുന്നു. ഞാനത് ബാബു അങ്ങനെ പറഞ്ഞപ്പോൾ രസത്തിന് പറഞ്ഞതാണ് കേട്ടോ. അവോ നമ്മൾ രണ്ടാളും കൂടി കാറിന്റെ വീഡിയോ എടുത്തില്ലേനാ, കാറിന് അതിൽ ഇത് പറഞ്ഞില്ലേതാ ഈ പൂക്കോട്ടൂരിന്റെ മണ്ണ് ഞങ്ങള് വെട്ടിപ്പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞില്ലേതാ. അപ്പൊ ഞാൻ പറഞ്ഞേ നിങ്ങൾ വെട്ടിപ്പിടിച്ചെന്ന് പറയരുത്, നിങ്ങൾ പൂർവികന്മാരുണ്ടാക്കിയെന്ന് പറയണം. അപ്പൊ എല്ലാതും പൂർവികന്മാർ തന്നെയാണ്. അപ്പൊ ഞാനല്ലാന്നല്ലല്ലോ പറഞ്ഞത്. ഓ വൈകുന്നേരം നമുക്ക് കൊടുക്കാൻ പോയാലോ? ഇന്ന് ഞായറാഴ്ച അല്ലേ പിന്നെ കാശ് ഞാനല്ലോ പറയട്ടെ. കല്യാണത്തിന് മുന്നേ മുട്ടാടിക്കൽ കഴിഞ്ഞ പിന്നോട് എന്താ പറഞ്ഞെന്നറിയോ, എനിക്ക് വീട്ടിലിരിക്കാൻ നേരം ഉണ്ടാവൂല, എപ്പോഴും നമ്മള് പുറത്തേക്ക്. അങ്ങനല്ലേ പറഞ്ഞത്. അന്ന് കുറേ സ്ഥലങ്ങൾ അറിയുന്നു കേട്ടോ, കുറേ സ്ഥലങ്ങൾ അറിയുന്നു. ഇപ്പൊ എവിടേക്കേലും പോവാ ചോദിച്ചാ എവിടേക്കാ പോവാ? ബൈക്കല്ലല്ലോ ഇപ്പൊ ടൂറിറ്റി പറയാൻ നിൽക്കല്ലേ. സാധാരണ ഒരാള് നമ്മള് യാത്ര ചെയ്യുമ്പോൾ ഉറക്കം ഉണ്ടാവും. ഇതില്ലേ ബൈക്കുമ്പോ പോകുമ്പോ ഇവിടേക്ക് പോകും പ്രശ്നമല്ല, വരുമ്പോ ഫുള്ള് ഉറക്കാം. മറ്റന്നാള് മഴ ചെയ്തു, പെരുമഴ രാത്രിയാണ്, പെരുമഴ മയത്ത് ഉറക്കുക. അത് നല്ല ക്ഷീണുണ്ട്. അതിനൊരു കാരണം എന്താ പറയാ ബാബു, അതെന്താ സംഭവിച്ചാ അന്ന് നമ്മള് ഊട്ടി പോയതല്ലേന്നാ. അന്ന് ഊട്ടിയല്ല മറ്റേ നമുക്കത് ഊട്ടി ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് ക്ഷീണം കൊണ്ട് ലാസ്റ്റ് നമ്മള് കടത്തി. അതൊക്കെ പക്ഷേ മൂന്നാറ് പോയപ്പോഴാ നല്ല കടത്തി വന്നല്ലോ. അതെന്താ സംഭവം എന്ന് വെച്ചാല് അന്ന് കൊറേ ഡ്രൈവ് ചെയ്യുമ്പോ മൂന്നാറ് പോയി കമ്പ തേരി വരുന്നത്. ഇത് ലാസ്റ്റ് കമ്പ തേരി തന്നെ മുട്ടുകാട് ആ ഡിണ്ടിക്കല്ല് ഭാഗത്തെത്തി ഉറക്കൊടിക്കുന്നു. ഡിണ്ടിക്കല്ല് ജലദോഷം പിടിച്ചത്. അപ്പൊ ഡിണ്ടിക്കല്ല് ഭാഗത്ത് ഉറക്കൊടിക്കുന്നു. ലാസ്റ്റ് ദേഷ്യം വന്നിട്ട് നല്ല മായി പെരുമായിയാണ്. ഒറ്റക്ക് ഇങ്ങനെ വണ്ടി വിട്ടത് ലാസ്റ്റ് കെട്ടിട്ട് ഓളെ തട്ടിട്ടാണ്. ലാസ്റ്റ് പാലക്കാട് ബൈക്ക് തന്നെ ബസ്സിനെ കൊടുക്കുക. അതെന്താ സംഭവം എന്ന് വെച്ചാല് നല്ല മഴ ഇടാൻ മറ്റേ എന്താ പറയാ ഉരുള് പൊട്ടിയ ടൈമില് ഞങ്ങൾ രണ്ടാളും കൂടി എവിടേക്കത് പോയിരുന്നു? മൂന്നാറല്ലേ പോയതേ, നമ്മള് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയതല്ലേ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. മൂന്നാറിലല്ല ഉണ്ടായിക്കുന്നത് ആണോ? മൂന്നാറ് പോയത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു. പിന്നെ ക്ഷീണവും കാര്യങ്ങളും. ഇത് ഒരാളിങ്ങനെ മുന്നിൽ ഓട്ടാന്നല്ല, നമ്മള് ബാക്കിൽ ഇരിക്കണോ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടേ. അപ്പൊ ഇക്ക് ഒന്നാമത് കയ്യും കാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അനക്കാഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും. അങ്ങനത്തെ ടൈപ്പ്. പക്ഷെ ബാബു എനിക്ക് എവിടേക്ക് വരാനും കുഴപ്പമൊന്നും ഇല്ലല്ലോ. പോവാൻ നല്ല വൈബേക്കാരം. പോവാൻ നല്ല വൈബേക്കാരം കേട്ടോ. പോയി വരുമ്പോ പിന്നെ വീട്ടിലേക്കല്ലേ, അപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ കിടന്നുറങ്ങുന്നൊക്കെ. നമ്മളിനി എണ്ണെടുത്ത് അതേപോലെ ഒരു പോക്ക് പോവാ. ഇപ്പൊ കാറുണ്ടല്ലോ, ഇനി കിടന്നാലും പ്രശ്നമില്ലല്ലോ, മുന്നിലല്ലേ സൈഡിലല്ലേ. ഈ ബാബു അങ്ങനെയല്ല. ഇപ്പൊ കാറാണെങ്കിലും എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത് ഞങ്ങൾ എവിടേക്കോ പോയി. എവിടേക്ക് പോയത്? ഏത് സ്ഥലത്തിന്റെ ഇത് ഞാൻ വണ്ടി ഓട്ടാണ്. എനിക്ക് ഒന്നാമത് ബൈക്കിനെക്കാട്ടി ഇഷ്ടം കാറിനെക്കാട്ടി ഇഷ്ടം ബൈക്കാണ്. കാരണം ഇങ്ങനെ കെട്ടിപ്പിടിച്ചെങ്കിലും ഇരിക്കാലോ. ഇത് മൂപ്പരാൾ ഇങ്ങനെ ഓട്ട് നമ്മൾ സീറ്റിൽ മുന്നിക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാം. അത് എങ്ങനെ ഇടി വെട്ടി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഓൻ്റെ ഭർത്താവും പറയട്ടോ, ഡ്രൈവ് ചെയ്യണ ആൾക്കാരും മുണ്ടാൻ പാടില്ല. ഇങ്ങോട്ട് കൊണ്ടുവരും, പിന്നെ അങ്ങനെ അങ്ങോട്ട് മുണ്ടാ. അങ്ങോട്ട് ചോദിക്കണം. അപ്പൊ അങ്ങോട്ട് കൂടി സംസാരിക്കും. ഇങ്ങനെ ഫോൺ കളിച്ചു ഞാൻ എഡിറ്റിങ്ങിലല്ലേ എന്നാ. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഒന്ന് ഞാൻ അങ്ങനെ ചോദിച്ചാണ് വെറുതെ. എടുക്കാൻ കൊണ്ടുപോകൊന്നുമില്ല, എടുക്കാൻ കൊണ്ടുപോവാ. അങ്ങനെ ഗൈസ് വീഡിയോ എടുത്തേക്കണതിൻ്റെ ഇടയിൽ സ്റ്റോറേജ് ഫുള്ളായി. ഇനി എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് എൻ്റെ ബാക്കിയുള്ള കാര്യം. ഇങ്ങനെ ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോഴാണ് എനിക്കൊരു സംഭവം, എന്തെങ്കിലും മധുരം കഴിക്കാൻ ഭയങ്കര പൂതി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പുഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കുറേ ദിവസമായി സാധനം വാങ്ങിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നടക്കണില്ല. അപ്പം നമുക്ക് കുറച്ച് പുഡിങ് ഐറ്റംസൊക്കെ ഒന്ന് ഉണ്ടാക്കാം. ചോറൊന്നും കൊലായ്മ ഇരിക്കണ കണ്ടിരുന്നു, മാനില്ല ഗൈസ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഈ 2 സാധനങ്ങളാണ് കേട്ടോ. ഈ 2 ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാരമൽ പുഡിങ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്ത് സംഭവം കൂടുതൽ അറിയില്ല. ഒന്ന്
ഒന്ന് എനിക്കറിയാം ഇത് കോക്കനട്ട് പുഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളനീർ പുഡിങ്ങാണ്. അപ്പോൾ ഈ 2 സംഭവം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒന്നുമല്ല, വെറുതെ ഒരു മധുരം കഴിക്കാനൊരു പൂതി, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് വലിയ പിടിത്തമൊന്നുമില്ല. നമുക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് അധികം പ്രശ്നമൊന്നുമില്ല, നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഉണ്ടാക്കാം. പാലൊഴിക്കാൻ പേടി ഗൈസ്. എത്ര പാല് വെറുതെ കളയണ്ടേന്ന് പേടിച്ചിട്ടേ. നമുക്ക് എന്നാലും കുറച്ചുണ്ടാക്കിയൊക്കെ തോന്നുന്നു. പരത്തി പ്ലേറ്റിൽ ഉണ്ടാക്കണോ അല്ലെങ്കിൽ വലിയ ജാറിൽ ഉണ്ടാക്കണോ? എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. നിങ്ങളെ വീട്ടിൽ ഇത്രയും ചെറിയ കപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, അത് മതി, തോനെ വേണ്ട. അപ്പോൾ ഇത് ചൂടാക്കിയിട്ടാണോ സിമ്പിളിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വെറൈറ്റിക്ക് തിളപ്പിക്കണതിന് മുന്നേ ബോഡിയിട്ട് മിക്സ് ആക്കിങ്ങാണ്ട് വേണമെങ്കിൽ ഇതിങ്ങനെ തിളപ്പിക്കാം കേട്ടോ. ഇതിൻ്റെ മാത്രം അഭിപ്രായമാണ്. ഓക്കെ, പിന്നെ കേൾക്കണ്ടല്ലോ അല്ലേ? ബാബു ഉണ്ടല്ലോ ഫോൺ ഇല്ലാതെയാണ് ബാത്റൂമിൽ പോയിട്ടുള്ളത് കേട്ടോ. 2 ഫോണും എൻ്റെ കയ്യിലാണ്. ഇത് ആദ്യമായിട്ടേക്കാരം ബാത്റൂമിൽ ഫോൺ ഇല്ലാതെ പോകണം. അതിൽ പറഞ്ഞിട്ടുള്ള എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം പാൽ തിളപ്പിച്ചത് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന മിക്സ് ആക്കാനേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആദ്യം ഈ ഒരു പൊടി ഇങ്ങനെ നന്നായിട്ട് കട്ട ഉടക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാലെടുത്തിട്ട് ആദ്യം പൊടി ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതായി ഒഴിച്ചു കൊടുക്കാം. എന്താവോ എന്തോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു നോക്കാം. സംഭവം നല്ല ടേസ്റ്റും മധുരമൊക്കെ ഉണ്ട്, മീൻസ് ആ ഒരു പൊടിൻ്റെ. അപ്പോൾ ഗൈസ് ഞാൻ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം. പക്ഷേ എനിക്കറിയില്ലെന്ന് 3-4 മണിക്കൂറൊക്കെ അത് സെറ്റാകാൻ വെക്കണം എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ പിന്നെയാണ് ഞാനത് മനസ്സിലാക്കുന്നത് 3-4 മണിക്കൂറൊക്കെ വെക്കണം എന്ന്. ശരിക്കും ഒരു ദിവസം ഒന്നാകെ വെക്കണം എന്ന് അങ്ങനത്തെ ആണ്. കാരണം ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ പുഡിങ് ഉണ്ടാക്കിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഉണ്ടാക്കിയാണ് അത് കേക്ക് ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഒന്ന്. ഇതൊന്ന് എന്താണ് ബദാമിൻ്റെ എന്തോ ഒരു പുഡിങ്ങാണ്. ഇത് വന്നിട്ട് ഇളനീർ പുഡിങ്ങാണ് ഗൈസ്. കാണും എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇത്രയും കാലം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി ഐറ്റംസ് ആയിരുന്നു കണ്ടോ. ഈ ഇരിക്കണ പൊടി ജാലൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തൊക്കെയോ പൊടി ഐറ്റംസൊക്കെയാണ്. ഇതൊക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ പുറത്തൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് വെക്കണോ നമ്മളാ പുഡിങ് ഉള്ളിലേക്ക് കയറ്റിയിരിക്കണത്. അപ്പോൾ എന്തായാലും ഗൈസ് ഇനി പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. അതിൻ്റെ പണി നോക്കുക.